അപ്പോൾ ആദ്യം തന്നെ ഒരു സാഡ് ന്യൂസോട് കൂടി തുടങ്ങാം. എന്തായാലും പറഞ്ഞേ പറ്റുള്ളൂ, പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യം തന്നെ ഒരു സാഡ് ന്യൂസോട് കൂടി തന്നെ തുടങ്ങാം. TVAക്ക് സസ്പെൻഷൻ ഉണ്ടായിരിക്കും. മോസ്റ്റ്ലി 14 ദിവസം 15 ദിവസം എന്തോ ഗ്യാങ് സസ്പെൻഷൻ വീണ്ടും മേടിച്ചിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടെ ഇതിനകത്ത് എന്താ പറയേണ്ടതെന്ന്. ഇത് കഴിഞ്ഞ ദിവസം ഡ്രീമറും ഇവരെല്ലാവരുമായിട്ടൊരു PD ആയിട്ടൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഈ സിറ്റുവേഷനിൽ ഇൻ്റർഫിയർ ചെയ്തതിന് TVAക്കാണ് സസ്പെൻഷൻ എന്നാണ് അവർ പറയണത്. അവർക്ക് കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യമില്ലെന്നാണ് പറയണേ. എനിക്ക് അറിഞ്ഞൂടാ. അവർ കോംപ്രമൈസ് ചെയ്യാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. 14 ദിവസം എന്തോ ആയിരിക്കും. എനിക്ക് അറിഞ്ഞൂടാ സിറ്റുവേഷൻ എന്താണെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ കണ്ടില്ല. ഞാൻ ഇനാക്റ്റീവ് ആയിരുന്ന ഏതോ ഒരു ദിവസമാണ് ഈ സിറ്റുവേഷൻ ഇതാക്കിയത്. അപ്പോൾ PDക്ക് അത് സോൾവ് ചെയ്യാനൊന്നും താല്പര്യമില്ലെന്നാണ് പറഞ്ഞത്. എനിക്ക് അറിഞ്ഞൂടാ ഇത് എന്താവുമെന്ന് ഒരു പിടുത്തവും ഇല്ല ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. അൺവാണ്ടഡ് ആയിരുന്നു അൺവാണ്ടഡ് സിറ്റുവേഷൻ ആണ്. ആണോ? എന്താ സിറ്റുവേഷൻ എന്തായിരുന്നു എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഞാൻ അറിഞ്ഞില്ല ഈ സിറ്റുവേഷൻ ഉണ്ടായത്. ഇത് എന്നാ ഉണ്ടായത്, ഇത് എന്താണ് സംഭവം എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. മുമ്പേ സെർവറിന് എന്തിനാ ബ്രോ സെർവറിനെ മാത്രം പറയാൻ വയ്ക്കാൻ പറ്റില്ലല്ലോ. റൂൾസ് എന്ന് പറയണത് എല്ലാവർക്കും ഒരുപോലെ കീപ്പ് ചെയ്യാനുള്ളതാണ്. അതായത് അല്ലാതെ TVയിൽ ബ്രാവോ ഉണ്ടെന്ന് വിചാരിച്ച് തോന്നിയ പോലെ കളിക്കാൻ പറ്റുമോ? അതൊന്നും കളിക്കാൻ പറ്റത്തില്ല. എന്താണ് കാര്യം എന്ന് ജസ്റ്റ് അന്വേഷിക്കാം. ഹാരിസ് ആൻഡ് ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 10 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ്. എന്റെ അമ്മോ, ഹാരിസ് ആൻഡ് ബ്രോ താങ്ക് യു സോ മച്ച്. വെൽക്കം സ്ട്രീം. എല്ലാവർക്കും വെൽക്കം സ്ട്രീം. ഹാരിസ് ആൻഡ് ബ്രോ താങ്ക് യു സോ മച്ച്. TV വേഴ്സസ് TV, അതെന്താ പറയണേ? അതെന്താ സിറ്റുവേഷൻ ഇല്ല? TV അങ്ങോട്ട് എന്തെങ്കിലും സീൻ വല്ലോ ആയോ? എന്താ പറയണേ? വാച്ച് സിറ്റുവേഷൻ ഞാൻ നോക്കാം. ഉറപ്പായിട്ട് ഞാൻ നോക്കാം. ഞാൻ എന്താ നോക്കട്ടെ. ബാക്കപ്പ് സെർവർ ബ്രോ, സത്യം പറഞ്ഞുണ്ടല്ലോ, ബാക്കപ്പ് സെർവർ എന്ന് പറയാൻ ഫണ്ണായിട്ടാ. ഓക്കെ, ബാക്കപ്പ് സെർവർ എന്ന് പറയാൻ വേറെ സെർവേഴ്സ്, വേറെ നല്ല സെർവർ ഒന്നും സത്യം പറഞ്ഞാൽ ഇല്ല. പറയാതിരിക്കാൻ വയ്യ. വേറെ നല്ല സെർവേഴ്സ് ഒന്നും ഇല്ലടാ. ഇപ്പൊ വേറെ നല്ല സെർവേഴ്സ് ഒന്നും ഇല്ല മര്യാദയ്ക്ക് പോയി കളിക്കാൻ പറ്റിയേ. ബാക്കിയെല്ലാം PVP, ബാക്കി PVP സെർവർ മാത്രമേ ഉള്ളൂ. PVP ഓറിയന്റഡ് ആയിട്ടുള്ള ബാക്കി വേറെ ഒരു സെർവറും ഇല്ല നല്ലത്. KKPPയുടെ RP സെർവർ ഉണ്ടോന്ന് തോന്നുന്നു. പക്ഷെ അല്ല, ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി, അവിടെ ഇപ്പൊ ഡയോസും അവരെല്ലാം കളിക്കുന്നുണ്ട്. എനിക്ക് ഇവരെ വിളിച്ചുകൊണ്ട് പോയി ഒരു ചെറിയ പ്രശ്നത്തിന്റെ പുറത്ത് വിളിച്ചുകൊണ്ട് അവിടെ പോയി കളിപ്പിച്ചിട്ട് അതിലും വലിയ പ്രശ്നമാക്കാൻ എനിക്ക് വയ്യ. സമാധാനം വേണം കേസ്. 2026 സമാധാനം വേണം ഇതിൽ നിന്ന്, മനസ്സിലായോ? സിയോണില്ല, ആ കുണ്ണ സെർവറിലോട്ടൊന്നും ഞാനില്ല. എനിക്ക് കളിക്കണ്ട. മറ്റേ CBSE പിള്ളേരെ പോലെ ഇവിടെ TV കളിക്കുന്നതുകൊണ്ട് നമുക്ക് ഹേറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് കരഞ്ഞ വാണങ്ങളുടെ അടുത്തോട്ടൊന്നും പോകാൻ എനിക്ക് താല്പര്യമില്ല. അവിടെ നിന്ന് പോയി കളിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല കേസ്. അവിടെ നിന്ന് പോയി കളിക്കാൻ അതെന്തായാലും വേണ്ട. അപ്പൊ എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. സ്വർഗരാജ്യം, അയ്യോ സൂപ്പർ സെർവറാ. വേണ്ട നമുക്ക് ഇല്ല. സസ്പെൻഷൻ ആണെങ്കിലും കുഴപ്പമില്ല, വേറെ ഗെയിം എന്തെങ്കിലും കളിച്ചിരിക്കുക. എന്തായാലും ഇവന്റെ ഒന്നും അടുത്ത് പോയി കളിക്കാൻ എനിക്ക് എന്തായാലും ഒരു താല്പര്യമില്ല. സത്യം പറയാമല്ലോ, ഒരു താല്പര്യമില്ല. സെർവറിന്റെ അല്ലല്ലോ. നമ്മളിപ്പോ ഒരു ഗെയിം കളിക്കുമ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്ന സാധനം അത് ഫോളോ ചെയ്യാനുള്ളതാണ്. അത് എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം കേസ്. ഞാൻ ഇന്ന് 3D പ്രിന്റ് ചെയ്ത സാധനമാണ്. കണ്ടാ, നൈസ് അല്ലേ? അതിന്റെ തന്നെ മിനിയേച്ചറും ഉണ്ട് എൻ്റെ കയ്യില്. ഇതുണ്ട്. പിന്നെ ഇന്ന് മൊത്തം ഞാനിത് ഫുള്ള് ഇതായിരുന്നു ഷെഡ്യൂൾ ചെയ്തിട്ട്. ഇതൊരു ലാമ്പാ, 3D പ്രിന്റഡ് ലാമ്പ്. ഇവിടെ ഇനി ലൈറ്റ് വരണം. ആ ലൈറ്റ് ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ. ഇങ്ങനെ ഇപ്പൊ എൻ്റെ PC ഇവിടെ മൊത്തം ഞാൻ 3D പ്രിന്റഡ് സാധനങ്ങൾ നിറച്ചുകൊണ്ടിരിക്കുക. ഈ ലൈവ് ഇടുമ്പോ പ്രിന്റ് എടുക്കാൻ പറ്റത്തില്ല, രണ്ടും കൂടെ കൊടുക്കത്തില്ലോടാ. മെഷീൻ ഒരു ബീസ്റ്റാണ് കേസ്. അത് ഞാൻ ഇതിന്റെ വ്ളോഗ് ചാനലിൽ ഇതിന്റെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. നാളെ ഒരു വീഡിയോ ഇടാം. അപ്പോൾ 3D പ്രിന്റിങ് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒരു നല്ലൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. ഇനി നമുക്ക് ഇതൊന്നും പുറത്തുനിന്ന് മേടിക്കണ്ട, എല്ലാം ഇവിടെ തന്നെ മേടിക്കാം. ഡു സിറ്റിസൺ RP, അതൊക്കെ ചെയ്യാം. ചന്ദ്രന്റെ ഡിൽഡോ പ്രിന്റ് ചെയ്യാൻ ഇടണം ഇന്ന്. അവനെ ബാബു ഇന്നും എന്നെ ഒരുപാട് വിളിച്ച് പറഞ്ഞ് അവനൊരെണ്ണം ചെയ്ത് കൊടുക്കണം. ചന്ദ്രന്റെ ഒരു കൺവീനിയൻസ് കൂടെ നോക്കിയിട്ട് ഇന്ന് പ്രിന്റ് ചെയ്യാൻ ഇടണം. ലോങ് വീഡിയോ എല്ലാവർക്കും വെൽക്കം സ്ട്രീം. അപ്പൊ നമുക്ക് നേരെ സിറ്റിയിലോട്ട് കയറാം. എല്ലാവർക്കും വെൽക്കം. 24 hours എനിക്ക് എന്റെ പനിയൊന്നും മാറിക്കോട്ടറാ. വയ്യടാ, സത്യമായിട്ടും വയ്യ എനിക്ക്. പീഡിയല്ലേ?
ആ 14 ദിവസം ഗ്യാങ് സസ്പെൻഷനോ? താല്പര്യം പറഞ്ഞാ വാണ അടിക്കാൻ മാറി ഇപ്പൊ തന്നെ സിറ്റുവേഷൻ എന്താ പറഞ്ഞ അണ്ണാ ചെറിയ സിറ്റുവേഷൻ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പോലീസ് പിടിച്ചപ്പോഴത്തേക്കും യവന്മാരെ മുന്നിൽ വെച്ച എന്നെ പോലീസ് പിടിച്ചത്. അല്ല അതല്ല സിറ്റുവേഷൻ. അതായത് അണ്ണാ ഞാൻ കാര്യം പറഞ്ഞുതരാം, സിമ്പിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞു മാന്യമായിട്ട് സത്യസന്ധമായിട്ട് അണ്ണ മനസ്സിലാവുന്നത്. അണ്ണ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതി പച്ച മലയാളത്തിൽ പറഞ്ഞുതരാം. അണ്ണ അതായത് ഒരു പീഡി വണ്ടി കിടക്കുമായിരുന്നു മുതുക്കില്. അന്നേരം ഞാൻ ആ വണ്ടിക്കകത്ത് കേറി വണ്ടി എടുത്തു. അതായത് വണ്ടി ഹാർഡ്വെയർ ചെയ്ത് വണ്ടി എടുത്ത് മൂവ് ആക്കിയപ്പോ തന്നെ വേറൊരു പോലീസുകാരൻ വണ്ടിയുടെ ടയറിൽ പീഡിക്ക് വേറെ ഒരു സെറ്റപ്പ് കൂടി ഉണ്ട് ലോക്ക് ചെയ്യാൻ വേണ്ടിട്ട്. അതായത് ലോക്ക് അല്ലാണ്ട് ഈ ഞാൻ ഈ മുച്ചിനോട് ചോദിച്ചൊരു ചോദ്യം ചോദിക്കുകയാണെ, ഈ പീഡിയുടെ വണ്ടി എടുക്കുന്ന നിന്റെ തന്തയുടെ സെർവറാണോ ഇത്? മുച്ചിനോട് കുറച്ച് മുമ്പ് ചോദിച്ചായിരുന്നേ അത്. അപ്പനാണോ നിന്റെ തന്ത? ആണോടാ നിന്നോടാ എനിക്ക് ചോദിക്കാനുള്ളത്, മനസ്സിലായോ? പീഡി വണ്ടി എന്തിനാണോടാ ചന്ദ്ര എടുക്കണേ? അണ്ണാ പീഡി വണ്ടി ഉണ്ടല്ലോ അണ്ണാ, പീഡി അണ്ണ ലോജിക്കിലാണ് ആലോചിച്ചോക്ക്. നമ്മളെ അത്രയും കഷ്ടപ്പെട്ട് ആ പോലീസുകാരെ ഇറങ്ങണ ടൈമിങ്ങില്, അതായത് ഡോർ തുറന്ന് ഇറങ്ങണതും ഫ്രണ്ട് ഡോറിൽ ചാടിക്കാറ ഒരു കഴിവുണ്ട്. ടൈമിംഗ് ആണല്ലേ മുച്ചിരി അല്ലേ? എന്തിനാ നിനക്ക് അതാ ഞാൻ ചോദിക്കുന്നേ. അണ്ണാ അത് എടുക്കുമ്പോ ഒരു സന്തോഷം കിട്ടൂലേ? ആർക്ക്? നിന്റെ അച്ഛനാ സന്തോഷം കിട്ടിയ 14 ദിവസം? അണ്ണാ എനിക്ക് വേണ്ട അണ്ണാ. സസ്പെൻഷൻ ആണ് 14 ദിവസം ഇട്ടിരിക്കുന്നത് ചന്ദ്ര. അണ്ണാ ഒന്നുമില്ല അണ്ണാ, ഒന്നുമില്ല അണ്ണാ. ഇല്ലല്ല ഇട്ടിട്ടില്ല, ഇടുമെന്ന് പറഞ്ഞു. അണ്ണാ അങ്ങനെ ഇടൂല. അങ്ങനെ എങ്ങനെ ഇടും? അവരെ എങ്ങനെ ഇടും അണ്ണാ? എങ്ങനെ ഇടും? അവരെങ്ങനെ സർവറിൽ അനൗൺസ്മെന്റിൽ ഇടും? ഇതൊന്നും ഒരു ലോജിക്കലുള്ള അല്ല അണ്ണ പറഞ്ഞേള്. അതായത് പോലീസിന് വണ്ടി ലോക്ക് ചെയ്യാം. പോലീസ് വണ്ടി ഇപ്പൊ ഞാൻ കേറുമ്പോ അവർക്ക് ലോക്ക് ചെയ്തോട്ടെ. അവര് ചെയ്ത വീൽ ക്ലാമ്പ് ചെയ്തു. ഒറ്റ ക്ലിക്കിൽ അവർക്ക് വീൽ ക്ലാമ്പ് ചെയ്യാൻ പറ്റും. വീൽ ക്ലാമ്പ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, സാർ എന്ത് മുമ്പിത്രയാണ് കാണിക്കുന്നത്? കാരണം ഞാൻ അത്ര പൊളിഞ്ഞിട്ടാ ചോദിച്ചേ. അണ്ണാ അത് ഞാൻ വായിക്കാൻ റെഡിയാണ്. അന്നേരം ആ സാറ് പറഞ്ഞ് ഞാൻ എന്താ സംഭവിച്ചത്? ഞാൻ വണ്ടിക്കകത്തായി, പീഡി വണ്ടിക്കകത്തായി അല്ലേ? ഇപ്പൊ ഞാൻ പീഡി വണ്ടിക്കകത്താണ്. അന്നേരം ലോക്ക് ചെയ്തോണ്ടി അകത്താ, ഓടിക്കാൻ പറ്റത്തില്ല. അന്നേരം ഞാൻ പറഞ്ഞ്, സാറേ എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോക്കോ, നമുക്ക് ഇത് ഇവിടെ നിർത്താന്ന് പറഞ്ഞു. അന്നേരം അങ്ങനെ പറഞ്ഞ്, നീ കേറിയതല്ലേ, അതിന്റെ അകത്ത് തന്നെ കുറച്ചേരം കൂടി ഇരിക്കെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ അതിന്റെ അകത്ത് ഇരുന്ന് കുറച്ചേരം കൂടി ഇരുന്നിട്ട് എന്നെ എന്ത് ചെയ്ത് കുറെ കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും പീഡി വണ്ടിക്കകത്ത് ഞാൻ അമ്മ ലോക്ക് കഴിച്ചപ്പോഴത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് എന്നെ വീണ്ടും ടേസ്റ്റ് ചെയ്ത് വണ്ടിക്ക് കയറ്റി കൊണ്ടുപോയപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് എന്റെ പിള്ളേരെ കണ്ടുപോയി ഇപ്പൊ അണ്ണനെ കൊണ്ടുപോയി ഞാൻ ചോദിക്കൂലേ? അതുപോലെ അവന്മാർ അടുത്തുണ്ടായിരുന്നു, അവന്മാർ കണ്ട് ചോദിച്ച്, അവന്മാർ ചോദിക്കുന്ന രീതി കണ്ടുണ്ടായിരുന്നു. എന്തൊരു അനിയന്മാര് നിന്റെ ഒക്കെ. ഇവ ഒരു മുമ്പിത്തരം കാണിച്ചപ്പോ അതിന്റെ പുറകെ ഗണ്ണും പൊക്കി എടുത്തോണ്ട് ഓടിച്ചെന്നേക്കുന്നു. ബാക്കിയെല്ലാം എണ്ണ അവിടെ നിനക്കൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂടാ? ഇവരെങ്കിലും ബുദ്ധിയില്ല, നിനക്കൊക്കെ ബുദ്ധി കോച്ചുണ്ടായിരുന്നോ അതിന്റെ കൂടെ? ഇത് കേട്ടത് വെച്ചിട്ട് സിറ്റുവേഷനിലുള്ള ആരൊക്കെയായിരുന്നു? ഇത് വിശച്ചാണെന്നറിയോ അണ്ണന്റെ ചാറ്റിലുള്ള? സത്യം പറയല. റേഡിയോയിൽ നിന്ന് അല്ല, റേഡിയോയിൽ നിന്ന് ഇത്രയും പേരേ ഉള്ളൂ. വണ്ടി നോക്കാൻ പോലും പേടിക്ക് പറ്റില്ല. ഞാൻ കാര്യം സീരിയസ് ആയിട്ട് ഞാൻ പറയുവാണേ, നീയൊക്കെ കളിച്ചാലും കളിച്ചില്ലല്ലോ എനിക്കൊരു പറയില്ല. 10-30 വരെ സമയം തരും. ഇതിനകത്ത് മൊത്തം എണ്ണം കയറി ഇന്ന് ഗ്യാങ് ഫണ്ട് തരാതെ ഇന്ന് ഇവിടെ TV ആയിട്ട് ഒരുത്തരും കളിക്കണ്ട. ഈ ടാഗ് കളിക്കത്തില്ല. ഇതൊക്കെ ഫൈനൽ. ഞാൻ തമാശ പറയല്ല, 7 മിനിറ്റ് ഞാൻ സമയം തരും. പറ്റുന്നവന്മാർ കയറി ഇതിനകത്ത് എനിക്ക് തരിക, അല്ലാത്തവന്മാർ ഇവിടെ കളിക്കത്തില്ല. ഞാൻ ഇപ്പോഴേ പറയാം മര്യാദയ്ക്ക് 7 മിനിറ്റ് ഞാൻ നോക്കും. ഒരു വർഷം സമയം, ഒരു വർഷത്തിന് ശേഷം ഒരു ഗ്രൈൻഡിങ് ടാർഗറ്റ് കൊടുത്തിട്ട് ഇവനക്ക് തരാൻ കയറി വരാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ വാറാണെങ്കിൽ ഇവനക്ക് കയറുമല്ലോ ഇപ്പൊ എല്ലായിടത്തും. അല്ലാത്തമാർ കളിക്കണ്ട. സത്യമായിട്ട് ഞാൻ പറയാം, ഞാൻ കളിപ്പിക്കത്തില്ല. കുറച്ച് ദിവസം ഗ്യാങ്ങില്ല കളിച്ചാൽ മതി ഇവന്മാരൊക്കെ. ഇന്ന് ഗ്യാങ് ഫണ്ട് തരാത്ത എല്ലാ അമ്മമാരെ ഞാൻ 1.5 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യും. കളിച്ചാൽ വെളിയിലിരിക്കട്ടെ കുറച്ച് കളി. ഇതിനകത്ത് കളിക്കാൻ ആഗ്രഹമുള്ള ഇഷ്ടം പോലെ പിള്ളേരുണ്ട്. അവിടെ ഇരുന്നോട്ടെ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 പേര്. 35 സ്ലോട്ട് ഫുള്ളാ. 35 സ്ലോട്ട്.